മെഗാ പ്രീ പോൾ സർവേ രണ്ടാമത്തെ മണ്ഡലത്തിലേക്ക് നമ്മൾ പോകുന്നു. മലപ്പുറം മണ്ഡലം. മലപ്പുറത്ത് മൈലാഞ്ചി മൊഞ്ചുള്ള മലപ്പുറം എന്നാണ്. മൈലാഞ്ചിക്ക് ചുവപ്പാണ് നിറമെങ്കിലും മലപ്പുറത്തിന്റെ മൊഞ്ച് എപ്പോഴും പച്ചയായി തന്നെയാണ് ലോക്സഭയുടെ വിധി വരുമ്പോൾ നമ്മുടെ മുന്നിലുള്ളത്. 7 നിയമസഭാ മണ്ഡലങ്ങളും പച്ചയായ മണ്ഡലം, കോണിയായ മണ്ഡലം, ലീഗിന്റെ മണ്ഡലമായ മലപ്പുറം. മലപ്പുറം മണ്ഡലത്തിന്റെ രാഷ്ട്രീയ സ്വഭാവം നമുക്കൊന്ന് ആദ്യം കണ്ടുവരാം. എങ്ങനെയാണ് മലപ്പുറം ഇതുവരെ ചിന്തിച്ചത്? ഒരേ ഒരു തവണ മാത്രമാണ് TK ഹംസയുടെ കൈപിടിച്ച് മലപ്പുറം ചോന്നത്. ബാക്കി എല്ലാ ഘട്ടങ്ങളിലും മലപ്പുറം ലീഗിനോടൊപ്പം നിന്ന മണ്ഡലമാണ്. മുസ്ലിം ലീഗിന്റെ പൊന്നാപുരം കോട്ട. 1952 ബി പോക്കറിലൂടെ തുടങ്ങിയ ആധിപത്യം 1977 മുതൽ 89 വരെ ഇബ്രാഹിം സുലൈമാൻ സേട്ടുവും 1991 മുതൽ 99 വരെ 4 തവണ അഹമ്മദും 1.5 ലക്ഷത്തിന് മീതെ ഭൂരിപക്ഷത്തിൽ ലോക്സഭയിലെത്തി. 2004 KPA മജീദിനു വേണ്ടി അഹമ്മദ് വഴിമാറി. ലീഗിനെ ഞെട്ടിച്ച് TK ഹംസയിലൂടെ പച്ചക്കോട്ടയിൽ ചെങ്കൊടി പാറി. ഇടതുപക്ഷത്തിൻ്റെ ഒരു രാഷ്ട്രീയത്തെ തള്ളിക്കളയാൻ ഈ നാട്ടിലെ സാധാരണ ആളുകൾക്ക് കഴിയില്ല. അതൊരു ഫാക്റ്റാണ്. BJP ഇവിടെ ഒരു 3ാം ഫാക്ടർ എന്നുള്ള രീതിയിൽ പോലും ശക്തി തെളിയിക്കില്ല. പിന്നെ UDF ആണ്. ആ UDFൽ കോൺഗ്രസ് എല്ലാ അർത്ഥത്തിലും വിശ്വാസ്യത തകർന്ന് തരിപ്പണമായൊരു സ്ഥിതിയിലാണ് നിൽക്കുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പിൽ TK ഹംസയെ 2.5 ലക്ഷത്തിലേറെ വോട്ടുകൾക്ക് അഹമ്മദ് തകർത്തെറിഞ്ഞു. 2014 അഹമ്മദിന്റെ ഭൂരിപക്ഷം 2 ലക്ഷത്തിനടുത്ത്. 2017 നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ DYFI നേതാവ് MB ഫൈസലിനെതിരെ PK കുഞ്ഞാലിക്കുട്ടി 1,71,000 വോട്ടിന്റെ ഭൂരിപക്ഷം നേടി. 2021 അബ്ദുൾ സമദ് സമദാനിയുടെ ഭൂരിപക്ഷം 1.25 ലക്ഷം വോട്ടിനടുത്ത്. തിരഞ്ഞെടുപ്പ് മുന്നൊരുക്ക പ്രവർത്തനമായിട്ട് കോൺഗ്രസ് മുന്നോട്ട് പോവുകയാണ്. ഘടകകക്ഷി എന്ന നിലയിൽ മുസ്ലിം ലീഗും ശക്തമായി മുന്നോട്ട് പോകുന്നു. ഞങ്ങൾ ഒരു അംഗത്തിന് തയ്യാറായി കഴിഞ്ഞു. തീർച്ചയായും നല്ല ഭൂരിപക്ഷത്തോടു കൂടി മലപ്പുറം ജില്ലയിൽ ഐക്യ ജനാധിപത്യ മുന്നണി വിജയിച്ചു വരും. ആശങ്കയ്ക്ക് ഒരടിസ്ഥാനമില്ല. ന്യൂനപക്ഷ വോട്ടുകൾ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെ 2021 BJP AP അബ്ദുള്ളക്കുട്ടിയെ സ്ഥാനാർത്ഥിയാക്കിയെങ്കിലും ഫലം കണ്ടില്ല. 2019 82,332 വോട്ട് ലഭിച്ചപ്പോൾ 13,397 വോട്ടുകളുടെ കുറവുണ്ടായി. സമസ്തയുമായുള്ള പോരടക്കം വിവിധ വിഷയങ്ങളിൽ ലീഗ് വോട്ട് ബാങ്കിൽ ചോർച്ചയുണ്ടാകുമെന്ന വിലയിരുത്തലാണ് LDFും NDAയും. 7 നിയമസഭാ മണ്ഡലങ്ങളും മലപ്പുറത്ത് ലീഗിന് അനുകൂലമായി ചിന്തിച്ച മലപ്പുറം ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസി 2014 മുതൽ ചിന്തിച്ചത് എങ്ങനെയാണെന്ന് വളരെ വേഗം നോക്കി വന്നാൽ 2014 UDFന് 51.29%, 2017 ആകുമ്പോഴേക്കും 55.10%, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും 57.01%. അത് 2 ഉപതെരഞ്ഞെടുപ്പുകളാണെന്ന് പ്രേക്ഷകർ ഓർമ്മിക്കണം. 2017 അഹമ്മദിന്റെ സമയത്ത്, അതിനുശേഷം 2021 ലോക്സഭാ അംഗത്വം രാജിവെച്ച് PK കുഞ്ഞാലിക്കുട്ടി വരുന്ന ഘട്ടത്തിൽ സമദാനി ലോക്സഭയിൽ കുറഞ്ഞത്. അതെ, 2014 മുതൽ കൺസിസ്റ്റന്റ് ആയിട്ട് വളരുകയാണ്. 51.29, 55, 57 എന്നിങ്ങനെ വളരുമ്പോൾ 2021 കേരളം മുഴുവൻ ഇടതുപക്ഷ തരംഗം ആഞ്ഞടിക്കുമ്പോൾ മാത്രമാണ് ഡിപ്പായി പോകുന്നത്. സമദാനിക്ക് 13,000-ലേറെ വോട്ടുകൾ മാത്രമായിരുന്നു ലീഡ്. PK കുഞ്ഞാലിക്കുട്ടിക്ക് 57% കിട്ടുമ്പോൾ സമദാനിക്ക് 48%, അതായത് 9%. അതെ 25% 2019 തെരഞ്ഞെടുപ്പിൽ CPM-ഉം IUM-ലും തമ്മിലുള്ള വ്യത്യാസം. 57% മുകളിലാണ് കുഞ്ഞാലിക്കുട്ടിയുടെ വോട്ട്. അവിടെ 32% CPM-ന് കിട്ടിയത്. പക്ഷേ 21 ഉപതെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ 49% കുറയുന്നു. അതായത് 8% കുറവ് സമദാനിയും കുഞ്ഞാലിക്കുട്ടിയുമായി കമ്പയർ ചെയ്യും. പക്ഷേ സാഹചര്യം മാറി. കാരണം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി ശബരിമല ഫാക്ടറികൾ ആഞ്ഞടിക്കുന്ന ഘട്ടത്തിലാണ് മലപ്പുറത്ത് ഏറ്റവും ഉയർന്ന പോളിംഗ് ഏറ്റവും ഉയർന്ന UDFന്റെ വോട്ട് ശതമാനം 57% എന്ന നിലയിലെത്തുന്നത്. എന്നാൽ കേരളത്തിൽ ഇടതുപക്ഷ തരംഗം ആഞ്ഞടിക്കുമ്പോഴും 50-നോടടുത്ത് വോട്ട് പെർസെന്റേജ് ലീഗ് നിലനിർത്തിയിട്ടുണ്ട്. അല്ല, അത് ശരിയാണ്. പക്ഷേ 32% നിന്ന് 38% സാനുവിന്റെ വോട്ട് മാറുന്നുണ്ട്. അതായത് 6% വളർച്ച കാണിക്കുന്നു. തീർച്ചയായും 6% മലപ്പുറത്ത് വളരെ പ്രധാനമാണ്. LDF വേവ് ആണ്. അപ്പോൾ പക്ഷെ അതേസമയം തന്നെ BJPയുടേത് കൺസിസ്റ്റന്റ് ആയിട്ട് ലോ ആവുന്നതും നമുക്ക് കാണാം. 7.58 നിന്ന് 6.27 എന്ന രീതിയിലേക്ക് മാറുന്നു. അബ്ദുള്ളക്കുട്ടിയാണ് മത്സരിക്കുന്നത്. AP അബ്ദുള്ളക്കുട്ടിയാണ് മത്സരിക്കുന്നത്. അബ്ദുള്ളക്കുട്ടിക്ക് കാര്യമായി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഈ കണക്കുകൾ വളരെ വ്യക്തമാണ്. ലീഗിന്റെ അടിയുറച്ച മണ്ഡലമാണ്. ശക്തമായ ഇടതു തരംഗം ഉണ്ടാകുമ്പോഴും 49% ലീഗിന് അനുകൂലമായി തന്നെ വോട്ട് രേഖപ്പെടുത്തിയ മണ്ഡലമാണ്. ഇനി നമ്മളുടെ സർവേ കണക്കുകളിലേക്ക് പോകാം. നമ്മൾ സമയപരിമിതി ഉള്ളതുകൊണ്ട് എല്ലാ റിസൾട്ടുകളും വളരെ വേഗം പറഞ്ഞ് ഏറ്റവും
ഒടുവിൽ നമുക്ക് വിശകലനത്തിലേക്ക് പോകാം. ശരി, പാർലമെന്റ് പേരറിയാമോ? 95%, 95.8% പേർക്കും അറിയാം. അതായത് ഏകദേശം ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. 4% ആളുകൾ മാത്രമാണ്. അത് ആ ചോദ്യം ചോദിച്ചതിൽ MP MLA പേര് മാറ്റി പറഞ്ഞവരുണ്ടാവാം. അങ്ങനെയും സംഭവിച്ചേക്കാം. കാര്യം 7 മണ്ഡലങ്ങളും ലീഗിന്റെ മണ്ഡലങ്ങളാണ്, നിയമസഭാ മണ്ഡലങ്ങൾ. അവിടെ ചിഹ്നം നോക്കിയാണ് കുത്തുന്നത്. ചിഹ്നം നോക്കിയാണ്. പേര് അപ്രസക്തമാണ് ആ ഘട്ടത്തിൽ. വളരെ പൊളിറ്റിക്കലായി, വളരെ കൃത്യമായി ലീഗിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തി. പെർഫോമൻസ് റിവ്യൂ സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 2, MPയെ എങ്ങനെ വിലയിരുത്തുന്നു എന്നതാണ് രണ്ടാമത്തെ ചോദ്യം. MP അറിയാമോ എന്ന ചോദ്യത്തിന് 95.8%, അറിയില്ല എന്ന ചോദ്യത്തിന് 4.2%. രണ്ട്, MPയുടെ പെർഫോമൻസ് എങ്ങനെ? വളരെ മികച്ചത് 13.3%. വളരെ മികച്ച 13.3% വളരെ മികച്ചത് എന്ന് പറഞ്ഞിരിക്കുന്നത്. മികച്ചത് എന്ന് പറഞ്ഞിരിക്കുന്നത് 29.3%. രണ്ടും കൂടി 42, ശരാശരി 37. മോശം 11.6%. വളരെ മോശം 4.4%. 15% ആളുകൾ ചേർന്ന് 16%. 16% ആളുകൾ മാത്രമേ അവിടെയുള്ള സിറ്റിംഗ് MPയെ വ്യക്തമായ ലീഡ് 42.6% ആളുകൾ വികസന പ്രവർത്തനം, മികച്ച പ്രവർത്തനം എന്ന് പറയുന്നു. കേവലം 16% ആളുകൾ മാത്രമാണ് പോരാ എന്ന് പറയുന്നത്. എനിക്കൊന്ന് ഇതിനകത്ത് നമ്മൾ അവസാന ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വളരെ കൃത്യമായ ഒരു ലീഡ്. അടുത്ത ചോദ്യങ്ങൾക്കൊക്കെ മണ്ഡലത്തിന്റെ സ്വഭാവം വ്യക്തമാക്കുന്ന ചോദ്യങ്ങളും മറുപടികളുമാണ്. അതെ, അടുത്ത ചോദ്യത്തിലേക്ക് കൂടി നമുക്കൊന്ന് പോകാം. വോട്ട് രേഖപ്പെടുത്തുമ്പോൾ പ്രധാന വിഷയമായി കണക്കാക്കുന്നത് എന്താണ്? അതാണ് മലപ്പുറം എന്താണ് കണക്കാക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട വോട്ട് വിഷയമായി മലപ്പുറം കണക്കാക്കുന്നത് എന്താണ്? മലപ്പുറത്തെ ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിലെ വോട്ടർമാരുള്ള ചോദ്യത്തിലുള്ള മറുപടി. വികസനം തന്നെയാണ് ഏറ്റവും പ്രധാനം. 48.7%. ഇവിടെ കൂടുന്നു വികസനം എന്നുള്ളത്. ആറ്റിങ്ങൽ മണ്ഡലത്തെ അപേക്ഷിച്ച് ഇരട്ടിയോളം ആളുകൾ മലപ്പുറം മണ്ഡലത്തിലേക്ക് എത്തുമ്പോൾ വികസനം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. മലപ്പുറം വോട്ട് ചെയ്യുന്നത് വികസനത്തിന് വേണ്ടിയാണ്. അതിനോടൊപ്പം മികച്ച പ്രകടനമാണെന്ന് പറയുന്നത് 42% പേര്. അതായത് 48% പേര് വികസനം വളരെ മികച്ചത്, വികസനം പ്രാധാന്യത്തോടെ കാണുന്നു എന്ന് പറയുന്നു. മികച്ച പ്രകടനം എന്ന് 42% പറയുന്നു. വെരി ക്ലിയർ, വെരി ക്ലിയർ. ഏറ്റവും പ്രധാനം നോക്കേണ്ടത് അയോധ്യയും രാജ്യസുരക്ഷയ്ക്കും എത്ര ശതമാനം? രാജ്യസുരക്ഷയ്ക്ക് എത്രയുണ്ട്? 4.4%. വളരെ കുറവാണ്. 4% ആളുകൾ മാത്രമാണ് രാജ്യരക്ഷ പറയുന്നത്. അതായത് BJPയുടെ വോട്ട് ബാങ്കിനോട് ചേർന്ന് നിൽക്കുന്നതാണ് ആ കണക്കുകൾ. വീണ്ടും ഒരു ക്ലിയർ ഡാറ്റയാണ് മലപ്പുറത്ത് നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ആ അർത്ഥത്തിൽ അത് തമ്മിലൊരു കോറിലേഷൻ ഉണ്ട് എന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആരായിരിക്കും പ്രധാനമന്ത്രി എന്നാണ് നിങ്ങൾ കരുതുന്നത്? ഈ ചോദ്യത്തിന്റെ ഉത്തരം രാഹുൽ ഗാന്ധിക്ക് 72.8% പേർ വോട്ട് ചെയ്തിരിക്കും. ബാക്കിയൊന്നും നോക്കണ്ട. മോഡിക്ക് 10.6%. അങ്ങനെ വരുമ്പോൾ ക്ലിയർ അഡ്വാൻറ്റേജ് അഗെയിൻ. നോക്കൂ, സമദാനിക്ക് ആറ്റിങ്ങലും മലപ്പുറവും തമ്മിലുള്ള വ്യത്യാസം വളരെ ക്ലിയർ ആണ്. ഡാറ്റയിൽ തന്നെ വളരെ ക്ലിയർ ആണ്. 72% എന്ന് പറഞ്ഞാൽ വളരെ ക്ലിയർ ആണ്. ഈ തവണയും തെരഞ്ഞെടുപ്പിൽ 60%-ന് മുകളിലുള്ള ആളുകൾ, 70% ആളുകളും ആഗ്രഹിക്കുന്നത് രാഹുൽ ഗാന്ധി എന്നെ അവിടെ അതിശയപ്പെടുത്തുന്നത് മമതാ ബാനർജിയെ ഇഷ്ടപ്പെടുന്ന 2.4%. അതിന് പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആളുകൾ ആ പേര് ഈ അറിയില്ല എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുത്താവുന്നവരാണ്. കാരണം ഇത് ആരാണെന്ന് അറിയാം. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട് സുജയ. ശശി തരൂരാണ് ഈ കേരളത്തെ നയിക്കേണ്ടത് എന്ന് പറഞ്ഞ മുസ്ലിം ലീഗ് പാർട്ടിയുടെ കോട്ടയായ മലപ്പുറത്ത് 3.4% മാത്രമാണ് കേരളം നയിക്കേണ്ടത് ശശി തരൂരാണെന്നല്ലേ പറഞ്ഞത്? രാജ്യം നയിക്കേണ്ടത് ശശി തരൂരാണെന്ന് പറഞ്ഞില്ലല്ലോ. അത് പറഞ്ഞു, ആ വ്യത്യാസമാണ്. പക്ഷേ കൊണ്ടുപോയതിനു ശേഷം ഒരു അനുഭവം ഉണ്ടായല്ലോ. അതെ, ആ അനുഭവം ഉണ്ടായി. അതിനുശേഷമായിരിക്കും അതിനുശേഷമുള്ളതാണ് ഏക സിവിൽ കോഡ്, ഇസ്രായേല്, പാലസ്തീൻ. അടുത്ത ചോദ്യത്തിലേക്ക് കൂടി നമ്മളെത്തിയാൽ ഇനി എങ്ങനെയാണ് കേന്ദ്ര സർക്കാരിനെ വിലയിരുത്തുന്നത്? കേന്ദ്ര സർക്കാരിന്റെ പെർഫോമൻസ് എങ്ങനെ? വളരെ മികച്ചത് 4.4%. വളരെ മികച്ചത് എന്ന് കേന്ദ്ര സർക്കാരിന്റെ വിലയിരുത്തൽ. ഒക്കെ കൂടെ 11%. കാരണം മികച്ചത് 6.6%. മോശമെന്ന് പറഞ്ഞവർ 31%. വളരെ മോശം എന്ന് പറഞ്ഞത് 27%. കൂട്ടുനോക്കിയാൽ 58% കേന്ദ്ര സർക്കാരിനെതിരെ. അപ്പൊ വീണ്ടും സമദാനിക്ക് അനുകൂലമായ. രാഹുൽ ഗാന്ധി വേണമെന്ന് പറഞ്ഞത് 71%. അതായത് പ്രതിപക്ഷത്തിൽ നിന്നുള്ള നേതാവ് പ്രധാനമന്ത്രിയാകണമെന്ന് പറയുന്നു. രണ്ടാമത്തത് വളരെ മികച്ച ഒരു MP ആണെന്ന് പറയുന്നത് 43%. വികസന പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുമെന്ന് പറയുന്നത് 48%. ഇപ്പോഴത്തെ MP മൂന്ന് ഘടകങ്ങളും ചേരുമ്പോൾ ക്ലിയർ അഡ്വാൻറ്റേജ് സമദാനി. സംസ്ഥാന സർക്കാരിനെ കുറിച്ചുള്ള, പിണറായി സർക്കാരിനെ കുറിച്ചുള്ള അഭിപ്രായം. മലപ്പുറത്തെ ലീഗിന്റെ സാന്നിധ്യം, 7 മണ്ഡലങ്ങളും നിയമസഭാ മണ്ഡലങ്ങളും മുസ്ലിം ലീഗിനോടൊപ്പമുള്ള മലപ്പുറത്തെ വോട്ടർമാർ സംസ്ഥാന സർക്കാരിനെ എങ്ങനെ വിലയിരുത്തും? വളരെ മികച്ചതെന്ന് 8.6% മാത്രം. മികച്ചതെന്ന് 14.7%. മോശം എന്ന് കരുതുന്നവർ 30.9%. വളരെ മോശം 53.4% പേർ ഈ സർക്കാരിനെതിരാണ് മലപ്പുറത്ത്. 54%. അതാണ് കേന്ദ്ര സർക്കാരിനും എതിര് 53%. അതെ,
സംസ്ഥാന സർക്കാരിന് 54%. അപ്പോൾ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ സ്വഭാവം ആ മണ്ഡലം പ്രകടമാക്കുന്നുണ്ട്. അതായത് പ്രതിപക്ഷ ഉപനേതാവിന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. അതുകൊണ്ട് തന്നെ ശക്തമായ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ലീഗിനെ ഇടയ്ക്ക് ഇങ്ങോട്ടേക്ക് കൂട്ടാൻ നോക്കുന്നു, ലീഗിൽ തന്നെയുള്ള സമസ്തയെ ഇങ്ങോട്ട് കൂട്ടാൻ നോക്കുന്നു. പക്ഷെ ഇതൊന്നും അവിടെ പ്രതിഫലിക്കില്ല. നേതാവ് വന്നാലും അണികൾ വരൂല എന്ന് മനസ്സിലായില്ല. അപ്പോൾ കണക്കിൽ വളരെ വ്യക്തമായ സൂചന ഇതുവരെയുള്ള ചോദ്യങ്ങളിൽ എല്ലാം സമാധാനിക്ക് അനുകൂലമായ ഘടകം. അടുത്ത ഇതിനോട് ചേർത്ത് വായിക്കണം രണ്ടാം പിണറായി സർക്കാരിന്റെ പ്രകടനം. രണ്ടാം പിണറായി സർക്കാരിന്റെ പ്രകടനം സ്വാഭാവികമായും മോശമായിരിക്കും എന്നുള്ളതായിരിക്കാം മലപ്പുറത്തിന്റെ വിധി. നമുക്ക് നോക്കാം എങ്ങനെയാണ് കണക്കുകൾ വരുന്നത്. രണ്ടാം പിണറായി സർക്കാർ മോശമായി 56.2, ഒരുപോലെ 25.6, മെച്ചപ്പെട്ടു 16.3. മോശമായി 56%. പകുതിയിലധികം ഒന്നാം പിണറായി സർക്കാരിനേക്കാൾ മോശമായി എന്നാണ്. അപ്പോൾ അത് സർക്കാർ വിരുദ്ധ തരംഗമാണ്. സംസ്ഥാന സർക്കാർ എതിരായിട്ടുള്ള വികാരമാണ് 56%. അതും എഗെയിൻ അഡ്വാൻറ്റേജ് സമാധാനിക്ക് വരുന്നു. സമാധാനിക്ക് അനുകൂലമാണ് ഈ ഘട്ടത്തിലെ വിധി. ഇനി നമ്മൾ പ്രതിപക്ഷത്തിനെ കുറിച്ച് കൂടി ചോദിച്ചു അല്ലേ? പ്രതിപക്ഷത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അതായത് പ്രതിപക്ഷത്തിന്റെ ഉപനേതാവ് ഉൾപ്പെട്ടിരിക്കുന്ന മണ്ഡലത്തിൽ മുസ്ലിം ലീഗ് പ്രതിപക്ഷത്തിനെ എങ്ങനെ വിലയിരുത്തുന്നു എന്ന് കൂടി നോക്കാം. അതായത് 7 MLA-മാരും പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു മണ്ഡലമാണ്. ആ 7 MLA-മാരുടെ പ്രകടനം കൂടിയാണ് ആ അനാലിസിസിൽ വരുന്നത്. വളരെ മികച്ചത് 6%, മികച്ചത് 24, രണ്ടും കൂടെ കൂട്ടിയാലും 30 പോരാ പ്രതിപക്ഷമെന്ന് പ്രതിപക്ഷ MLA-മാരുടെ വോട്ടർമാർ പറയുന്നു. ശരാശരി 42.6. കറക്റ്റ്. പക്ഷെ മോശം എന്ന് പറയുന്നത് 16.2, വളരെ മോശം എന്ന് പറയുന്നത് 9.6, അപ്പം 25.8. വെൻ കമ്പയറിംഗ് മറ്റതുമായി കമ്പയർ ചെയ്യുമ്പോൾ അതാ പ്രതിപക്ഷവുമായി കമ്പയർ ചെയ്യുമ്പോൾ പെർഫോമൻസുമായി കമ്പയർ ചെയ്യുമ്പോൾ 5% വ്യത്യാസം വരും. കുഴപ്പമില്ല. അപ്പം അഡ്വാൻറ്റേജ് സമാധാനിക്കാണ്. അതായത് മികച്ച പ്രകടനമാണെന്ന് 30% പേര് പറയുന്നു, മോശം പ്രകടനമാണെന്ന് 25% പേര് പറയുന്നു. അപ്പൊ അവരുടെ ആ പെർഫോമൻസിനെ കുറിച്ച് അവർക്ക് നല്ല അഭിപ്രായം. കേന്ദ്രത്തിലെ പ്രതിപക്ഷത്തെ കുറിച്ചായിരുന്നില്ല, അല്ല സംസ്ഥാനത്തെ പ്രതിപക്ഷത്തെ കുറിച്ചുള്ളതാണ്. ആ സംസ്ഥാന പ്രതിപക്ഷത്തെ കുറിച്ച് പ്രതിപക്ഷ MLA-മാരുടെ മണ്ഡലങ്ങളിലെ വോട്ടർമാർക്ക് വലിയ അഭിപ്രായമൊന്നുമില്ല. എന്നാൽ എന്നാൽ അടുത്ത ചോദ്യവുമായി ചേർത്ത് വായിക്കുമ്പോൾ അതിൽ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. ഈ മുഖ്യമന്ത്രി മന്ത്രിമാരും ബസ്സിൽ സഞ്ചരിച്ച് നടത്തിയ നവകേരള സദസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ലീഗ് തന്നെ സമരത്തിനിറങ്ങി, അതായത് യൂത്ത് ലീഗ് സമരത്തിനിറങ്ങുകയും MSF-ഉം യൂത്ത് ലീഗും പ്രത്യക്ഷ സമരം നടത്തിയ ലീഗ് പല സമയത്ത് പല നിലപാട്, PK കുഞ്ഞാലിക്കുട്ടി പല നിലപാട് പറഞ്ഞ ഈ നവകേരള സദസ്സിനെ കുറിച്ച് ആവശ്യമായിരുന്നില്ല എന്ന് അഭിപ്രായപ്പെടുന്നവർ 68.1%. 68% പേരോളം നവകേരള സദസ്സ് ആവശ്യമായിരുന്നില്ല എന്ന് മലപ്പുറത്ത് അഭിപ്രായപ്പെടുന്നു. വളരെ പ്രധാനപ്പെട്ട ഇൻഡിക്കേറ്ററാണ്. നവകേരള സദസ്സിനെയും തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഇനി സംസ്ഥാനമാണോ അതോ കേന്ദ്രമാണോ, ആരാണ് സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്ന ചോദ്യമാണ്. ആ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് കൂടി നമുക്ക് വളരെ വേഗം പോകാം. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണമാര്? കേന്ദ്രം എന്ന് കരുതുന്നു 33.7%. സംസ്ഥാന സർക്കാരിന്റെ പരാജയം എന്ന് 28.8%. അതാണ് രാഷ്ട്രീയം. അവിടെയാണ് ലീഗിന്റെ രാഷ്ട്രീയം വരുന്നത്. ലീഗിന്റെ കൃത്യമായ രാഷ്ട്രീയമാണ് കേന്ദ്ര സർക്കാർ നയങ്ങളാണ് ഇവിടുത്തെ സംസ്ഥാനത്തെ ദുരിതാവസ്ഥയ്ക്ക് കാരണമെന്ന് 33.7% പേർ, അതായത് 34% പേർ കരുതുമ്പോൾ 29% പേര് സംസ്ഥാന സർക്കാരിന്റെ. അപ്പൊ വ്യത്യാസം പറയുന്നുണ്ട്. അതെ, അറിയില്ല എന്ന് പറയുന്നത് നമ്മൾ കണക്കിലെങ്കിലും 5% വ്യത്യാസം. അല്ല, അറിയില്ല എന്ന് പറയുന്നത് 37%. മലപ്പുറത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക പരിതസ്ഥിതിയിൽ സ്വാഭാവികമായും പ്രതീക്ഷിക്കാവുന്ന ഒന്നാണ്. അപ്പോഴും 5% ആളുകൾ കൂടുതലായി കുറ്റപ്പെടുത്തുന്നു. അതായത് സംസ്ഥാന സർക്കാരിന് ആശ്വസിക്കാവുന്ന ഒരു ഡാറ്റ അവിടെയുണ്ട്. ഒരേ ഒരു ഡാറ്റ ഉള്ളത് മലപ്പുറം മണ്ഡലത്തിലെ വോട്ടർമാർ പറയുന്നു സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് പ്രധാന കാരണം കേന്ദ്ര സർക്കാർ. അതായത് സംസ്ഥാന സർക്കാർ പറയുന്നത്, കുഞ്ഞാലിക്കുട്ടി പറയുന്നത്, ലീഗ് പറയുന്നത് കുറച്ചുകൂടിയൊക്കെ കേൾക്കുന്നു. പക്ഷേ ഇത് ഈ പിന്തുണ പോകുന്നത് UDF-നാണെന്നേ. അതെ, തീർച്ചയായിട്ടും അത് CPM-ന് ഗുണം ചെയ്യുമോ നമുക്കറിയില്ലല്ലോ. കാരണം സർക്കാരിന് ഭരണവിരുദ്ധ വികാരമുള്ളതോട് CPM-ന് ഗുണം ചെയ്യില്ല. അടുത്ത ചോദ്യം ഇതിനോട് ചേർക്കാവുന്നതാണ്. ED, CBI പോലുള്ള കേന്ദ്രാന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുന്നെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഉണ്ടെന്ന് 34.8% പേർ, ഇല്ല എന്ന് 16%. നോക്കൂ, ഉണ്ട് എന്ന് പറയുന്നത് ED, CBI തുടങ്ങിയവ രാഷ്ട്രീയ ആയുധമാണെന്ന് പറയുന്നത് 34, അല്ല എന്ന് പറയുന്നത് 16% എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കൃത്യമായും കേന്ദ്ര വിരുദ്ധ നിലപാട്. ശരാശരി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അറിയില്ല എന്ന് പറയുന്നവരുടെ എണ്ണം ഭൂരിപക്ഷമാണ് അവിടെ. അതെ, 49%. അതൊരു തന്ത്രപരമായ നിലപാടാണ്. ആ തന്ത്രപരമായ നിലപാട് 2 കാരണങ്ങൾ കൊണ്ടാവാം. ഒന്ന്, ഞങ്ങൾക്കറിയില്ല, അങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിലും ഇപ്പോൾ ഞങ്ങളത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതൊന്നും വലിയ ഇഷ്യൂ ആക്കണ്ട. അതൊരു വലിയ ഇഷ്യൂ അല്ല. അതായത് ചെയ്തുകൊണ്ടല്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണും എന്നൊക്കെ വിശ്വസിക്കുന്ന വോട്ടർമാരും ഈ പറയുന്ന അറിയില്ല എന്ന് പറഞ്ഞവരിൽ ഉണ്ടാവാം. പക്ഷേ ഇവിടെ സംസ്ഥാന സർക്കാരിന് അനുകൂലമായ ഒരു ഘടകമുണ്ട് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവിടെയുള്ളതിൽ ഭൂരിപക്ഷം ആളുകളും, അതായത് അഭിപ്രായം പറഞ്ഞവരിൽ, വ്യക്തമായ അഭിപ്രായം പറഞ്ഞവരിൽ ഭൂരിപക്ഷം ആളുകളും ED, CBI തുടങ്ങിയവ രാഷ്ട്രീയ ആയുധമാണെന്ന് പറയുന്നു. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
അടുത്ത ചോദ്യത്തിലേക്ക് കൂടി നമുക്ക് പോകാം. പ്രതിപക്ഷ മുന്നണിയെക്കുറിച്ചുള്ള മുസ്ലിം ലീഗ് കൂടി ഭാഗമായിട്ടുള്ള ഇന്ത്യ മുന്നണി എങ്ങനെ പ്രകടനം മെച്ചപ്പെടുത്തും? അത് വളരെ പ്രധാനമാണ്. അതും ലീഗിന്റെ രാഷ്ട്രീയം വ്യക്തമാക്കുന്നതാണ്. കണ്ടോ, അതെ, മെച്ചപ്പെട്ട പ്രകടനം 59.2. 59 വലിയ നേട്ടം. 8%. രണ്ടും കൂടെ കൂട്ടിയാൽ 67.2% ആളുകൾ 67.2% ആളുകൾ ഇന്ത്യ പ്രതിപക്ഷ മുന്നണി ഭരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. സ്വാഭാവികം, മലപ്പുറത്തിന്റെ രാഷ്ട്രീയം വ്യക്തമാക്കുന്ന ചോദ്യവും ഉത്തരവുമാണത്. അപ്പൊ 67% ആളുകളും ഇന്ത്യ മുന്നണിക്ക് വേണ്ടി നിലകൊള്ളുന്ന ജില്ലയാണ്, മണ്ഡലമാണ് മലപ്പുറം. ഇന്ത്യ മുന്നണിയിൽ പ്രതീക്ഷയർപ്പിക്കുന്ന മണ്ഡലമാണ് മലപ്പുറം എന്നുള്ളത്. അപ്പൊ അഡ്വാൻറ്റേജ് ആർക്കാണ്? സമദാനിയാണ്. എഗെയിൻ അഡ്വാൻറ്റേജ് സമദാനിയാണ്. ഇനി നമ്മുടെ ഫൈനൽ ചോദ്യത്തിലേക്കാണ് എത്തുന്നത് അല്ലേ? അല്ല, ഫൈനൽ ചോദ്യം മുഖ്യമന്ത്രി ആരാകണം? അവിടെയും സ്വാഭാവികമായിട്ടും UDF-നാണ് ലീഡ് വരുന്നത്. കണ്ടോ, VD സതീശനാണ്. 20% പേര് തിരഞ്ഞെടുക്കുന്നു എന്ന് പറയുമ്പോൾ സ്മൃതി, അത് VD സതീശന് അനുകൂലമാണെന്ന് വിചാരിക്കണ്ട, മറിച്ച് അതൊരു UDF മനസ്സാണ്, അതൊരു കോൺഗ്രസ് മനസ്സാണ്. ഇപ്പൊ പ്രതിപക്ഷ തൊട്ട് പിന്നാലെ ഉണ്ണി ബാലകൃഷ്ണൻ, ഇത് ഉമ്മൻചാണ്ടി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ സ്പ്ലിറ്റ് വെടിക്ക് വരില്ല. വലിയ ഭൂരിപക്ഷം. ഇവിടെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. അതായത് KK ശൈലജയേക്കാൾ പിണറായി വിജയൻ മുന്നിലെത്തിയിരിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. അല്ല, അവിടെ ഒരു പ്രശ്നമുണ്ട്. ഹമാസിന് അനുകൂലമായി ശൈലജ സംസാരിച്ചിട്ടുണ്ട്. അവിടെ ഒരു പ്രശ്നമുണ്ട്. ഹമാസ് ഒരു ഇഷ്യൂ ആണ്. അതുകൊണ്ടാണ് മലപ്പുറം അങ്ങനെ ശശി തരൂര് 17.2% ഉണ്ട് ആ ഘട്ടത്തിലും. ശശി തരൂരിന്റെ ഇഷ്ടമാണ്. ആ ഇസ്രായേൽ പരാമർശം കൂടി ഒഴിവാക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടി മുമ്പോട്ട് പോയത്. സുരേഷ് ഗോപിയൊക്കെ അവിടെ താഴെയാണ്. സുരേഷ് ഗോപി ഏറ്റവും താഴെയാണ്. 5% മാത്രമേ ഉള്ളൂ. വളരെ വളരെ താഴെയാണ്. 17%-ഓളമാണ്. പക്ഷെ അപ്പോഴും സുരേന്ദ്രന് മുകളിലാണ്. സുരേഷ് ഗോപി മലപ്പുറത്ത് സുരേന്ദ്രന് 1.7% ഉള്ളൂ. സുരേഷ് ഗോപിക്ക് 5.1%. എന്നെ അവിടെ വിഷമിപ്പിക്കുന്ന ഒരു കണക്കുണ്ട്. എന്താണ്? KC വേണുഗോപാൽ 0.6%. KC വേണുഗോപാൽ കാര്യമായി കേരള മുഖ്യമന്ത്രിയാവാൻ വരുന്നില്ല എന്നുള്ളത് ഒരു കണക്കൂട്ടലായിരിക്കാം ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാവുക. കേന്ദ്രത്തിലാണല്ലോ. അപ്പൊ അവസാനിപ്പിക്കുമ്പോൾ പ്രധാനപ്പെട്ട വാർത്ത, ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, മലപ്പുറം ആർക്കായിരിക്കും ഇത്തവണ? ആരെടുക്കും മലപ്പുറം എന്ന ചോദ്യത്തിൽ UDF എടുക്കുമെന്ന് 52.5% പേർ. ചെറിയ കണക്കല്ല, 52%. 52% മലപ്പുറത്തെ വോട്ടർമാരും കണക്കാക്കുന്നു ഇത്തവണ UDF-ന് വിജയ സാധ്യതയുണ്ട്. മണ്ഡലത്തിൽ 52% കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് 4% വർധന. കഴിഞ്ഞ തവണത്തേക്കാൾ സമദാനി ആണ് മത്സരിക്കുന്നത് എന്നത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. 4% വോട്ട്. അതായത് നോക്കൂ, LDF-ന് 38% പറഞ്ഞിരിക്കുന്നത് അല്ലെ, 38%. LDF-ഉം UDF-ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്നറിയോ? 14%. 14% എന്ന് പറയുമ്പോൾ വലിയ ലീഡ് പ്രാവശ്യം സമദാനിക്ക് കിട്ടും. അല്ല, എന്തായാലും സമദാനിയാണെങ്കിൽ സമദാനി, അതായത് ഇവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യം LDF ഒരു വളർച്ചയും കാണിക്കുന്നില്ല എന്നുള്ളതാണ്. LDF-ന് കഴിഞ്ഞ പ്രാവശ്യം 38.5% വോട്ടാണ് ഉണ്ടായിരുന്നത്. 2021 ഉപതെരഞ്ഞെടുപ്പിൽ 38% നേടിയാണ് VP സാനു മത്സരിച്ചപ്പോൾ 38%. അപ്പം പിന്നെ സമദാനിയുമായുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 9% മാത്രമാണ്. കാരണം 49 അന്ന് സമദാനിയുടെ വോട്ട്. ഇപ്രാവശ്യം അത് 52% ആകുന്നു. അതായത് സമദാനിയുടെ വോട്ട് ബാങ്ക് 3.5% ഉയർത്തുന്നു. LDF അതേ സ്ഥലത്ത് തന്നെ നിൽക്കുന്നു. അതുകൊണ്ട് 14% ലീഡ് സമദാനി നേടാൻ പോകുന്നു. സ്ഥാനാർത്ഥിയായിട്ടില്ല, സമസ്തയെ പിന്തുണയുള്ള ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. ഒരു മിനിറ്റ്. സമസ്തയ്ക്ക് പ്രധാനപ്പെട്ട ഇഷ്ടപ്പെട്ട നേതാക്കളാണ് ഈ രണ്ട് നേതാക്കളും. ആയാലും അതെ, സമദാനി ആയാലും അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കണ്ട. അപ്പോൾ അഷ്കറിലേക്ക് പോകുന്നതിന് മലപ്പുറത്ത് ഈ ഇത്രയും ചോദ്യങ്ങളിൽ നിന്ന് ലീഗിന് ബർക്കത്തുള്ള ഒരു വിജയം ഉണ്ടോ? അതെ, കൃത്യമായിട്ടും ബർക്കത്തുള്ള വിജയം അല്ലേ? ശരി, അപ്പോൾ നമ്മളോടൊപ്പം അഷ്കർ ചേരുന്നുണ്ട്. അഷ്കർ, മലപ്പുറത്ത് UDF തന്നെയാണ് വിജയ സാധ്യത എന്നാണ് നമ്മുടെ സർവേ ഫലങ്ങൾ പറയുന്നത്. അത് കഴിഞ്ഞ തവണത്തേക്കാൾ നില മെച്ചപ്പെടുത്തും UDF എന്ന് പറയുന്നു. 52%-ലധികം, പാതിയിലേറെ വോട്ടർമാരും UDF-നോടൊപ്പമാണ് മനസ്സ് സമർപ്പിച്ചിരിക്കുന്നത്. എന്താണ് വിലയിരുത്തൽ? അത് പൂർണ്ണമായും മലപ്പുറത്തിൻ്റെ മനസ്സറിഞ്ഞുകൊണ്ടുള്ള ഒരു സർവേ എന്ന് തന്നെ നമുക്ക് പ്രാഥമികമായി വിലയിരുത്തേണ്ടി വരും. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവസാനമായി നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ PK കുഞ്ഞാലിക്കുട്ടി രാജിവെച്ച് വന്നതുകൊണ്ടുണ്ടായ ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു. അതിൻ്റെ ഒരു അമർഷം മലപ്പുറത്തുണ്ടായിരുന്നു. അതുകൊണ്ടാണ് 2,60,000 ഉണ്ടായിരുന്ന ലീഡ് അത് 1.25 ലക്ഷത്തിലേക്ക് ചുരുങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായത്. വീണ്ടും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ്
തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ മുസ്ലിം ലീഗിന് മലപ്പുറത്തെക്കുറിച്ച് ഒരു ആശങ്കയുമില്ല. സ്ഥാനാർത്ഥിയുടെ വിഷയത്തിലാണെങ്കിലും വോട്ട് ബാങ്കിൻ്റെ വിഷയത്തിലാണെങ്കിലും കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ അത് 1.5 ലക്ഷത്തിലധികം വോട്ടുകൾക്ക് ഇത്തവണ വിജയിക്കുമെന്ന് തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ കണക്കുകൂട്ടൽ. ടി.കെ. അംസയുടെ ഒരു ചരിത്രം, ഇടതുപക്ഷം അട്ടിമറിച്ച ഒരു ചരിത്രം മാത്രമാണ് മലപ്പുറത്ത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് പറയാനുള്ളൂ. അതിനപ്പുറത്തേക്ക് ലീഗ് ഇത്തവണ മൃഗീയമായ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് തന്നെയാണ് ഇടതുപക്ഷത്തിൻ്റെ യാഥാർത്ഥ്യത്തോട് യോജിച്ചുള്ള ഒരു വിലയിരുത്തൽ. സ്വാഭാവികമായും ആ ഒരു വിലയിരുത്തലുകളെ അല്ലെങ്കിൽ യാഥാർത്ഥ്യങ്ങളെ കൃത്യമായി അടയാളപ്പെടുത്തുന്ന ഒന്നായി നമ്മുടെ സർവേ മാറിയിരിക്കുന്നു എന്നാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. താങ്ക് യു അഷ്കർ. റിപ്പോർട്ടർ മെഗാ പ്രീ പോൾ സർവേ 2 മണ്ഡലങ്ങൾ ഇന്ന് പൂർത്തിയാക്കുന്നു. അങ്ങനെ ആകെ 4 മണ്ഡലങ്ങൾ 4 മണ്ഡലങ്ങളിലെ ഇതുവരെയുള്ള ഫലസൂചന 3-1. 3 മണ്ഡലങ്ങൾ UDF-നോടൊപ്പം, 1 മണ്ഡലം കാസർഗോഡ് LDF-നോടൊപ്പം എന്നതാണ് ഇതുവരെയുള്ള റിപ്പോർട്ടർ മെഗാ പ്രീ പോൾ സർവേയുടെ കണക്കുകൾ പറയുന്നത്. ഇനി വീണ്ടും നാളെ നമ്മൾ കണ്ടുമുട്ടും. റിപ്പോർട്ടർ മെഗാ പ്രീ പോൾ സർവേയിൽ നാളെ 2 മണ്ഡലങ്ങളുമായി തെക്ക് നിന്നും വടക്ക് നിന്നും 2 മണ്ഡലങ്ങൾ. നാളെ റിപ്പോർട്ടർ മെഗാ പ്രീ പോൾ സർവേ വൈകുന്നേരം 7 മണിക്ക് പ്രേക്ഷകർക്ക് കാണാം. 6:30 അല്ലെ 6:30 പ്രേക്ഷകർക്ക് കാണാം. ഇനി നമ്മൾ പോകുന്നത് ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായ വിലക്കയറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സപ്ലൈകോയിലെ സാധനങ്ങളുടെ വില വർദ്ധിക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനമാണ്. ആ തീരുമാനത്തോടുള്ള പ്രതികരണങ്ങളിലേക്കും വിലയിരുത്തലിലേക്കും നമ്മൾ പോകുന്നു. ഡോക്ടർ അരുൺ തുടരും, ഞങ്ങൾ തുടരും. അപ്പോൾ നമുക്ക് ചർച്ച കാണാം. വീണ്ടും നമുക്ക് മീറ്റ് ദി എഡിറ്റേഴ്സിൽ കണ്ടുമുട്ടാം. അതെ.